എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാൻ ഞങ്ങളുടെ നാട്ടിൽ ഒരു അംഗൻവാടി കൊണ്ടുവരും. ഞങ്ങളുടെ നാട്ടിൽ 4 അംഗൻവാടികളുണ്ട്. എല്ലാം വാടക കെട്ടിടത്തിലാണ് ആ കുഞ്ഞുങ്ങൾ ഇരിക്കണതൊക്കെ. പ്രൈവറ്റ് വണ്ടിയിലല്ലേ ടെസ്റ്റ് കൊടുക്കുന്ന ആൾക്കാർ സീറ്റുള്ള വണ്ടിയിൽ കയറാൻ പാടില്ല, ഇവിടെ സീറ്റ് ഇല്ലാതെ തന്നെ കയറി പോകണമെന്ന് പറയാറുണ്ട്. ആ ബസ്സിൽ കണ്ടിട്ട് എപ്പോഴും പറയും. അത് കൊണ്ടുവരാറുണ്ട്, വേറെ ഒന്നുമില്ല. ഈ റോഡുകൾ വീതി കൂട്ടി ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥ മാറ്റും. അതാണ് മെയിനായിട്ട് ഫസ്റ്റ് എൻ്റെ ചോയ്സായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണെങ്കിൽ പാവപ്പെട്ടവർക്ക് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവർ ഉയർത്തിയെടുക്കും. രോഗികൾക്ക് സൗജന്യമായ ചികിത്സാ സഹായം നൽകും. സിവിൽ സ്റ്റേഷൻ കുറച്ച് പെയിന്റ് ചെയ്ത് കുറച്ചുകൂടി ഭംഗിയാക്കും. ട്രാഫിക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. ഭയങ്കര ഹെക്ടിക്കാണ്. ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഞ്ചായത്ത് ഗ്രൗണ്ട് ഒരു ടർഫ് മാതിരി ഇങ്ങനെ പുല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും. ഒരു ദിവസത്തേക്കാണെങ്കിൽ പ്രസിഡന്റ് ഒക്കെ ആവാൻ എവിടെയെങ്കിലും ബോംബിട്ടേനെ, അല്ലാതെ എനിക്കറിയില്ല. എന്ത് മാറ്റം വരാൻ ഇവിടെ ഒരു മാറ്റവും വരുന്നില്ല. എന്ത് മാറ്റം വരാനാ? ഈ കാണുന്നതൊക്കെ തന്നെ മാറ്റം. ഈ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല ഇവിടെ കണ്ടിട്ട്. വീടുകളില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. മാലിന്യ നിർമ്മാർജ്ജനം അത് വേണമെങ്കിൽ നോക്കാം. റിസർവേഷൻ സിസ്റ്റം ഭയങ്കര പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടും എഫേർട്ട് ഇടുന്നവർക്കൊരു വില കിട്ടാത്ത ഒരു അവസ്ഥ ഞാനൊക്കെ ഫേസ് ചെയ്തു. പണ്ടൊക്കെ അത് ആവശ്യമായിരുന്നല്ല എന്നല്ല, പക്ഷെ ഇപ്പോൾ അതിന്റെ കാലം മാറി തുടങ്ങി. പിള്ളേർക്കുള്ള ഗ്രൗണ്ടൊക്കെ ആക്കും. ഗ്രൗണ്ടിൽ ഇപ്പൊ എല്ലാരും ഈ ഫ്ലാറ്റും വീടും മരമൊക്കെ വെട്ടിക്കളയണോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് കളിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. പിള്ളേർക്ക് എന്തായാലും അദ്ദേഹം ആദ്യം ചെയ്തു കൊടുക്കോളൂ. ഇൻഫോ പാർക്കിലേക്ക് പോകാനും ഇങ്ങോട്ട് പോകാനൊക്കെ ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്ക്. അത് റോഡ് വികസനമായിരിക്കും പ്രധാനമായിട്ട് നോക്കണം. ഞാൻ ആ പോണില്ലല്ലോ ഇനി ആവൂല. ആയാലും ആ ആലൊക്കെ വെട്ടിപ്പോയി. സ്ത്രീകൾക്ക് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് എന്നും ബ്ലോക്കാണ്. ഒരു സ്ഥലത്ത് ഒരു കാലത്തെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 8 മണിക്ക് കയറണതായാലും 10 മണിയായാലും എത്താൻ പറ്റണില്ല. മാറ്റം എന്താ? ഇപ്പൊ റോഡാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് റോഡാണ് ഏറ്റവും മുഖ്യം. അതല്ല ആദ്യം ചെയ്യാൻ പറ്റും.